മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വർഷം ജനുവരി മാസം 4-ാം തീയതി അസുഖം ആയിട്ട്, ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുവാൻ ഇടയായതായി നിങ്ങൾ എല്ലാവരും തന്നെ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവണം. പിന്നീട് ചികിത്സകൾ മുൻപോട്ട് പോയി. ഡോക്ടർമാര് അവരാലാവത് പരിശ്രമിച്ചു. ഇനിയും മറ്റു വഴിയില്ല, ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്നുള്ള നിലയിൽ കൈവിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മരണത്തെ മുൻപിൽ കാണുകയും കർത്താവിനെ സമീപിക്കാൻ, മുഖാമുഖം കാണുവാൻ ഒരുക്കത്തോടുകൂടി പ്രാർത്ഥിക്കുകയും കൂദാശകൾ സ്വീകരിച്ച് ഒരുങ്ങി അതിന് തയ്യാറായതും എല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർക്കുകയാണ്. എന്നാൽ പിന്നീട് 2 ദിവസത്തോളം അബോധാവസ്ഥയിൽ ആയിത്തീരുന്നു. ഈ സമയത്ത് വ്യത്യസ്ത പ്രസ്ഥാനങ്ങളും വ്യക്തികളും വളരെ തീക്ഷ്ണമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായി. തമ്പുരാന്റെ അടുത്ത് തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അതിന്റെ വെളിച്ചത്തിൽ 2 ദിവസം കഴിഞ്ഞ് ബോധം തെളിയുകയും ഞാൻ വീണ്ടും ആശുപത്രിയിലാണ്, യേശുവിലാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുകയാണ്. യേശുവിൽ കുറച്ച് ദിവസങ്ങൾ കൂടുതൽ കഴിയേണ്ടി വന്നു എങ്കിലും പിന്നീടുള്ള ദിവസങ്ങൾ ദൈവം അത്ഭുതകരമായി സുഖപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതിനോടകം അനേകം ആളുകൾ പ്രാർത്ഥിക്കുവാൻ യൂട്യൂബിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഒക്കെ അറിഞ്ഞതനുസരിച്ച് പ്രാർത്ഥിക്കാൻ ഇടയായതായി ഞാൻ മനസ്സിലാക്കുന്നു. അതിന്റെ എല്ലാം വെളിച്ചത്തിൽ ഈശോ കരുണയോടുകൂടി സൗഖ്യസ്പർശനം എനിക്ക് നൽകിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് നല്ലവനായ ദൈവത്തോട് ആത്മാർത്ഥമായി നന്ദി പറയുന്നതോടൊപ്പം തന്നെ വളരെ തീക്ഷ്ണതയോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ സഹോദരങ്ങളോടും ആത്മാർത്ഥമായി ഞാൻ നന്ദി പറയുകയാണ്. ഇന്ത്യയിലും വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള വ്യക്തികളൊക്കെ വിവരങ്ങൾ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായി എന്നെ അറിയിക്കുകയുണ്ടായി. അവരോടെല്ലാം ആത്മാർത്ഥതയോടെ ഞാൻ നന്ദി പറയുകയാണ്. പിന്നീട് ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുകയും രോഗശാന്തി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഇന്ന് ഒരു റിക്കവറിംഗ് സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം പിറകില് ദൈവത്തിന്റെ വലിയ കരുണയും കൃപയുമാണ് എന്നുള്ളത് വ്യക്തമില്ല. ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥിച്ച എല്ലാവരോടും ആത്മാർത്ഥമായി ഞാൻ നന്ദി പറയുകയും നിങ്ങൾക്കിടെ പ്രാർത്ഥിക്കാം എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.